ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് ഫോക്കസ് ഏരിയയിലാണ്. അടുത്ത ചാപ്റ്ററായ പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. മിക്ക കുട്ടികൾക്കും ഈ ചാപ്റ്റർ വളരെ ബാലികേറാൻ മല പോലെയാണ്, ഭയങ്കര ടഫാണ്. പലപ്പോഴും പല കുട്ടികളും എന്നോട് പറയാറുണ്ട്, സാറേ ഏത് ചാപ്റ്ററും ഞങ്ങൾക്ക് ഓക്കെയാണ്, പക്ഷെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഭയങ്കര പാടാ ചെയ്യാനായിട്ട്. അതിനൊരു സൊല്യൂഷനാണ് ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിലൂടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എങ്ങനെ നമുക്കൊരു പ്രോബ്ലം ഈസി മെത്തേഡിലൂടെ സോൾവ് ചെയ്യാം ആൻഡ് എങ്ങനെ എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാം, ആ ഒരു ടെക്നിക്കാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെ നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. 5 പ്രോബ്ലം മാക്സിമം നമ്മളിന്ന് പഠിച്ചാൽ മതി. ഈ 5 പ്രോബ്ലത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്നേ എക്സാമിന് ചോദിക്കുകയുള്ളൂ. അപ്പം പയ്യെ പറയാം, നമ്മളിൽ പറയുന്ന ക്വസ്റ്റ്യൻ എക്സാമിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലായിടത്തും പോയി പറയരുത് നമ്മൾ ഇവിടെ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വന്നു എന്ന്, ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ട് എന്നുള്ള ഇഷ്യൂസൊക്കെ വരണ്ടില്ല. അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. 3 സ്റ്റെപ്പുള്ളൂ. നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയാൽ, എന്താ സ്റ്റേറ്റ്മെൻറ്റ്? നമ്മൾ ജഡ്ജ് ചെയ്യാണ്, ട്രൂ ആണോ തന്നേക്കുന്ന ഒരു സെൻറ്റൻസ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നൊരു സെൻറ്റൻസാണ് അത്. ആ ഒരു സെൻറ്റൻസിനെ ജഡ്ജ് ചെയ്യുന്ന ക്രൈറ്റീരിയ ഉണ്ട്. അതൊരു 3 സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ജഡ്ജിങ് നമ്മൾ ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുകയാണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നൊക്കെ ജഡ്ജ് ചെയ്യാം. അപ്പം ജഡ്ജ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ വേ ഉണ്ടല്ലോ, അതുപോലെയാണ് നമ്മുടെ ഈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഒന്ന്, n=1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. LHSലും RHSലും എന്നിൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ 2 സൈഡും ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. സെക്കൻഡ്, എന്നിന് k കൊടുക്കുമ്പോൾ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. എടാ തേർഡ് വണ്ണിലൊന്നുമില്ലടാ, ഇത് ട്രൂ ആണെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും എന്ന് നമ്മൾ തെളിയിക്കും. അത്രേ ഉള്ളൂ. സാറേ അതിന് ഞങ്ങൾക്കറിയാം സാറേ 3 സ്റ്റെപ്പുള്ളൂ എന്ന്. പക്ഷെ അതെങ്ങനെ ചെയ്യും സാറേ? അതാണ് സാറേ ഞങ്ങളുടെ ടഫ്. ഇടാ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കടാ, പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, P of n is equal to 1 + 2 + 3 + etc. n + n is equal to n into n + 1/2. ഞങ്ങൾക്കറിയാലോ സാറേ ഇത് അല്ലേ, നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മല്ലേ. ഇതെങ്ങനെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രിൻസിപ്പിൾ വഴി, ഒരു പ്രൊസീജിയർ വഴി എങ്ങനെ പ്രൂവ് ചെയ്യാം? മക്കളെ ശ്രദ്ധിച്ചിരുന്നോ? സാർ പറയാൻ പോവാം എങ്ങനെയാണെന്ന്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടൊരു 4 അല്ലെങ്കിൽ 2 or 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഫസ്റ്റത്തെ സബ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കാം, ചെക്ക് വെദർ n = 1 is true. Second one, check whether n = 2 is true. Third question, check whether n = k + 1 is true. അല്ലെങ്കിൽ hence by principle of mathematical induction the statement is true for all n എന്ന് പറഞ്ഞ് തേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. എന്നിൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ ട്രൂ ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ സ്റ്റേറ്റ്മെൻറ്റിന് LHSൽ P of 1 കണ്ടുപിടിക്കുക. P of 1 എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റത്തെ നമ്പറാണ് n = 1. ഇത് n = 2 എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടണം. n = 3 എന്ന് പറയുമ്പോൾ ഇത് 3 കൂടി കൂട്ടണം. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ P of 1 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഫസ്റ്റത്തെ നമ്പർ 1 കിട്ടും അല്ലേ. ദെൻ RHS എന്താണ്? എടാ RHS കിടക്കുന്ന എന്നിന് 1 ഇട്ട് കൊടുത്തേ. 1 + 1/2 2 + 1 സോറി 1 + 1 2 1/1 × 2/2 ദാറ്റ് ഈസ് 1 കിട്ടി. മക്കളെ LHSും RHSും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ട്രൂ ആയില്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? n = 2 ട്രൂ ആണോ എന്ന് പ്രൂവ് ചെക്ക് ചെയ്യുക. ചെക്ക് വെദർ. അതിനെന്ത് ചെയ്യണം? n-ന് 2 കൊടുക്കുമ്പോൾ LHS എടുക്കടാ, 1 + 2 3. RHS എടുക്കടാ, ഇവിടെ വേണമെങ്കിൽ ഏത് P of 2 എന്ന് എഴുതിക്കോളൂ. RHS എടുക്കുക, 2 × 2 + 1/2 2 ആൻസർ ഇസ് 3. അപ്പോൾ ട്രൂ ആയി. അപ്പം ഇവിടെ എഴുതണം n = 1 is
ട്രൂ. ഇവിടെ എഴുതണം n is equal to 2 is ട്രൂ എന്ന് എഴുതാം. കഴിഞ്ഞു. ഇനിയാണ് തേർഡ് വരുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് സംശയം വരുന്നത്. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ട് ക്ലിയർ ആവുകയാണ്. തേർഡ് എങ്ങനെ സോൾവ് ചെയ്യും? ഒരേ ഒരു പ്രോബ്ലം സാറ് നിങ്ങളെ പഠിപ്പിച്ചാൽ മതി. ശരിക്കും തേർഡ് എങ്ങനെ സോൾവ് ചെയ്യും, ആ ടെക്നിക്ക് എന്താണ്, അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോണം. നോക്കൂ സാർ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ. n is equal to 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്ഷൻ അസ്യൂം ദാറ്റ്, ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നും നിങ്ങൾ മറക്കരുത്. ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വേണം. അസ്യൂം ദാറ്റ് n is equal to k is ട്രൂ. കുറേ കഥകളൊന്നും ഇല്ല നമുക്ക്. ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും അത് മാത്രം പഠിച്ചാൽ മതി. വേറെ ഒന്നും നോക്കണ്ട. ഈ പ്രോബ്ലം മാത്രം നിങ്ങൾ പഠിക്കുക. ബാക്കിയുള്ള പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യും. എത്ര ഇക്വേഷൻസ് തന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്ക്, സാറ് കാണിച്ചു തരാം. വെല്ലുവിളിക്കാണ് ഞാൻ നിങ്ങളെ. ഇത് ചെയ്തു നോക്ക് നിങ്ങൾ, ബാക്കി നിങ്ങൾ ചെയ്യാൻ പറ്റും. നോക്കൂടാ. n is equal to k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ അസ്യൂം ചെയ്യുകയാണെ p of k 2 കുത്ത് 1 + 2 + 3 + എക്സെട്ര എനിക്ക് 8 കൊടുത്തു. LHSലും RHSലും ഇട്ട് കൊടുത്തു. അതെന്തിനാണ് സാറേ? എടാ n ട്രൂ ആണെന്ന് പറയുമ്പോൾ LHS RHS ഈക്വൽ ആയിരിക്കൂലേ? പരിപാടി കഴിഞ്ഞു. അടുത്ത സ്റ്റേറ്റ്മെന്റ്, നൗ we need to prove that n is equal to k + 1 is true. n-ന് k + 1 കൊടുത്താൽ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങളൊരു മൂലക്ക് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ആദ്യം തന്നെ നിങ്ങൾ RHS അങ്ങോട്ട് എഴുതി വെക്കുക. RHS എന്താ മക്കളെ? ഇവിടെ നമ്മൾ പ്രൂവ് എന്ന് പറഞ്ഞാൽ എന്താ? LHSും RHSും സെയിം ആയിരുന്നു. അപ്പം നമ്മളിവിടെ സോൾവ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഇത് തേർഡ് സ്റ്റെപ്പിൽ നിങ്ങൾ ആദ്യം RHS എഴുതി വെക്കുക. n കിടക്കുന്നത് k + 1 കൊടുക്കുക. അപ്പോൾ k + 1 ഇൻറ്റു k + 1 + 1/2. k + 1 k + 1 + 1. ഇവിടെ ഒന്ന് ബ്രാക്കറ്റ് തുറക്കുന്നതിന് മുമ്പ് k + 1 ഇൻറ്റു k + 2/2 അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് വരാം. നോക്കൂ, p of k + 1 ആയ LHS കണ്ടുപിടിക്കാൻ പോകുന്നു. എന്തുവരും? 1 + 2 + 3 + എക്സെട്ര + k + 1 അല്ലേ? n k ആണെങ്കിൽ അവസാനത്തെ ടേം k, n k + 1 ആണെങ്കിൽ ലാസ്റ്റ് ടേം k + 1. എടാ 3ക്ക് മുമ്പ് 2 അല്ലേ? 2ക്ക് മുമ്പ് 1 അല്ലേ? അപ്പോൾ 1 കുറയുന്നു. ഇവിടെ 4ന് മുമ്പ് ആരാ? 3 ആണ്. അപ്പോൾ k + 1 മുമ്പ് ആരായിരിക്കും? k ആയിരിക്കും. എടാ 10ാമത്തെ ടേമിന് തൊട്ട് മുമ്പ് ആരാ? 9th ടേം അല്ലേ? 100ന് തൊട്ട് മുമ്പ് 99 അല്ലേ? 1000ന് മുമ്പ് 999 അല്ലേ? 998ന് മുമ്പ് 997 അല്ലേ? k + 1 മുമ്പ് k. അതെങ്ങനെ കിട്ടി? ഒന്ന് കുറച്ചു. എടാ ഇവിടുന്ന് ഇവിടം വരെയുള്ള ആളുകളുടെ സമ്മല്ലേ ഈ കിടക്കുന്ന k × k + 1/2. ഇവിടെ ആരാ ബാക്കിയുള്ളത്? k + 1 ഇട്ട് കൊടുത്തു. സാർ കുഴപ്പമുണ്ടോ? ഇല്ല. മക്കളെ ഇനി സാർ ചെയ്യാം. രണ്ടിലും k + 1 കോമൺ ആണ്. പുറത്തെടുത്തു. ഇവിടെ ആരുണ്ട്? k/2 + 1 ഉണ്ട്. കുഞ്ഞുങ്ങളെ ഇവിടെ ഒരു 1 ഇട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യ്. k + 1 ഇൻറ്റു k × 1k 2 × 1 2 /2 × 1 2. ഇതല്ലേ മക്കളെ RHS? അപ്പൊ ഇത് എഴുതി വെക്കുന്ന എന്തിനാ? എന്തിൽ അവസാനിക്കുമെന്ന് കണ്ടെത്തണ്ടേ? അതാണിത്. വേണമെങ്കിൽ കുഞ്ഞുങ്ങളെ ഇതും എഴുതി വെക്കാം. കാരണം ഇവിടെ n-ന് k + 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇത് ആ രൂപത്തിലും കൂടി എഴുതാം. അപ്പം എങ്ങനെ എഴുതാം? k + 1 ഇൻറ്റു ആണേ ഇൻറ്റു k + 1 + 1/2 = കഴിഞ്ഞു. Thus, by principle of mathematical induction, the given statement is true for all value of n. പരിപാടി തീർന്നു. ആ സ്റ്റേറ്റ്മെന്റും കൂടി എഴുതിയാൽ മതി. ഇവിടെ എഴുതണം n is equal to k + 1 is true. Thus, by principle of mathematical induction, the value of or the statement is അല്ലെങ്കിൽ the p of n is true for all value of n. പരിപാടി തീർന്നു. ഇതല്ലേ മക്കൾ എത്ര നേരമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യനാണ് സാറ് ചെയ്തത്. അപ്പം നിങ്ങൾക്കും സാറ് സിമ്പിൾ ചെയ്തിട്ട് എളുപ്പമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു ടഫ് ചെയ്ത് നോക്കാം നമുക്ക്. അതിലും എങ്ങനെയാണ് നമുക്ക് ഇതേ മെത്തേഡിലൂടെ സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ? നോക്കാം.
ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അല്ല ഏത് പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. നോക്കിക്കോളൂ കുഞ്ഞുങ്ങളെ. പി ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1 into 2, 2 into 3, 3 into 4 plus etc. n into n plus 1 is equal to n into n plus 1 is equal to ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോട്ടെ. n into n plus 1 n into n plus 1 into n plus 2 divided by 3. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ആദ്യമേ ഫസ്റ്റ് നമ്മൾ n is equal to 1 ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ട്രൂ. എന്ത് ചെയ്യണം? LHS എടുക്കുന്നു. ഇതാണ് LHS. P of 1 എടുക്കുന്നു. 1 into 2 ഫസ്റ്റത്തെ എടുത്തു, ദാറ്റ് ഈസ് 2. ദെൻ RHS എടുക്കുന്നു. എന്താ RHS? n-ന് 1 ഇട്ട് കൊടുക്കുന്നു. 1 into 1 plus 1 1 plus 2 by 3. ഇത് രണ്ടും ക്യാൻസൽ ആവും. ഇവിടെ 2 വരും. 2 into 1 2. നോക്കൂ, LHS is equal to RHS. സാറേ ഇത് ഞങ്ങൾക്കറിയാലോ, എളുപ്പമല്ലേ? LHS RHS കൂടെ. എടാ ഒരു മാർക്കാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കിട്ടുന്നത്. ഈ ഒരു ഇത് എഴുതുന്നതിന് 1 മാർക്കാണ് കിട്ടുന്നത്. അടുത്തത് നോക്കടാ. എന്ത് ചെയ്യും നമ്മൾ? അസ്യൂം ചെയ്യുന്നു. അസ്യൂം ദാറ്റ് n is equal to k plus 1 is true. ഇതിന്റെ വാല്യൂ k plus 1 കൊടുത്താൽ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യടാ. P of k രണ്ട് കുത്ത്. 1 into 2, 2 into 3, 3 into 4 plus etc. k into k plus 1 is equal to k into k plus 1 into k plus 2 divided by 3. പരിപാടി വരുന്നു. ഇനി എന്ത് ചെയ്യണം? Now we have to prove that എന്ത് ചെയ്യണം? n is equal to k plus 1 ട്രൂ ആണെന്ന് നോക്കടാ. LHS എഴുതണം. P of k plus 1 എഴുതൂ. 1 into 2, 2 into 3, 3 into 4 plus etc. k plus 1 അല്ലേ? ഇവിടെ ഈ ലാസ്റ്റത്തെ എഴുതൂല അല്ലേ? n is equal to k വരെ എഴുതുള്ളൂ. k plus 1 സോറി k into k plus 1. അപ്പോൾ ഇവിടെ എന്ത് എഴുതും? മക്കൾ ശ്രദ്ധിക്കണേ, എന്നിൻ്റെ വാല്യൂ P of n ആണെങ്കിൽ n into n plus 1, k ആണെങ്കിൽ k into k plus 1. അപ്പോൾ k plus 1 ആണെങ്കിലോ k plus 1 into k plus 2. ഇതാണ് നമ്മുടെ P of k എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഒരു മൂല കൊണ്ടുവന്നിട്ട് RHS എഴുതാം. RHS എന്ത് വരും? ഇവിടെ k plus 1 ഇട്ട് കൊടുക്കാം കേട്ടോ. k plus 1 ഇവിടെ k plus 1 plus 1 ദാറ്റ് ഈസ് k plus 2 into k plus 1 plus 1 plus 2 വരും k plus 3 by 3. ഇതാണ് നമുക്ക് കിട്ടേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. ഇതാണ് നമുക്ക് കിട്ടേണ്ടത് ശരിക്കും പറഞ്ഞാൽ അല്ലേ? ഇനി നമുക്കൊന്ന് നോക്കാം അതെങ്ങനെ അതിലേക്ക് കിട്ടുന്നു. നോക്കിക്കോട്ടെ കുഞ്ഞുങ്ങളെ. 3 into 4 മുമ്പ് 3 into 4 മുമ്പ് 2 into 3, ഇതിനു മുമ്പ് 1 into 2. എങ്കിൽ ഇതിനു മുമ്പ് ആരായിരിക്കും? ഒന്ന് പറഞ്ഞു തന്നെ. k into k plus 1 ആയിരിക്കും. ശരിയല്ലേ? ലാസ്റ്റത്തെ ടേമിന് മുമ്പ് k into k plus 1 ആണ്. കാരണം ഇയാളിൽ നിന്നൊന്നും ഓർക്കുമ്പോൾ k കിട്ടും, ഇയാളിൽ നിന്നൊന്നും ഓർക്കുമ്പോൾ k plus 1 കിട്ടും. കുഞ്ഞുങ്ങളെ ഇവിടം വരെയുള്ള വാല്യൂ ഇതേ ബോളി കിടക്കുന്നുണ്ട്. എന്താണ്? k into k plus 1 into k plus 2 divided by 3 k plus 1 into k plus 2 k plus 2. ഇതിൽ നിന്ന് ആരെയൊക്കെ പുറത്തെടുക്കാം? k plus 1 into k plus 2 പുറത്തെടുത്തു. ഇതേ രണ്ടിലും കോമൺ. ഇവിടെ ഒരു k by 3 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. ബാക്കി k plus 1 into k plus 2. ഇവിടെ എന്ത് ചെയ്തും? k plus 3 ക്രോസ് മൾട്ടിപ്ലൈ ഓൾ ഡിവൈഡ് ബൈ 3. ഇതിലെ കുഞ്ഞുങ്ങളെ RHS ഇതേ കിടക്കും. നമുക്കിത് ആ മെത്തേഡിലൂടെ എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ഇനി k plus 1 ഇട്ട് കൊടുത്തു. k plus 1 plus 1 k plus 1 plus 2 divided by 3. ശരിയല്ലേ? ഇവിടെ ഇനി k plus 1 എടുത്തു. k plus 1 plus 1 ഇതാ 1 plus 1 2 അല്ല, അതിനെ നമുക്ക് 1 plus 1 എഴുതി. k plus 3 എങ്ങനെ എഴുതി? k plus 1 plus 2 that is k plus 1 plus 2 by 3. Hence നമുക്ക് എഴുതാം n is equal to k plus 1 is true. So hence by principle of mathematical induction the given statement is true for all value of n എന്ന് എഴുതാം. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിക്കേ. എന്തെങ്കിലും സംശയം ഉണ്ടാകുന്ന ചോദിച്ചേ. സാറേ ഇങ്ങനെ എഴുതിയപ്പോൾ എനിക്ക് സാറ് പെട്ടെന്ന് പറഞ്ഞു പോയപ്പോൾ എനിക്ക് മനസ്സിലായില്ല, അതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ മക്കളെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ, നമുക്ക് ക്ലിയർ ചെയ്യാന്നേ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കൂ, സാർ പറഞ്ഞു തരും നിങ്ങൾക്ക്.
കണ്ട, നിസ്സാര സമയം കൊണ്ടാണ് നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പഠിക്കുന്നത്. നിസ്സാര സമയം കൊണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാലോ, എങ്ങനെയാണെന്ന്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം നമുക്ക്. നോക്കൂ, പി ഓഫ് എൻ ഇസ് ഈക്വൽ ടു തന്നേക്കുന്നത് 1 + 3 + 3² എക്സെട്ര 3n - 1 ഇസ് ഈക്വൽ ടു 3n - 1/2. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. സോ നമ്മൾ എന്താ ചെയ്യണം? ആദ്യം ഫസ്റ്റ് n ഇസ് ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കുന്നു. സോ പി ഓഫ് 1 ചെയ്യുമ്പോൾ LHS ഇതാണ്. n ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ 1 കിട്ടുന്നു. RHS എന്ന് പറയുമ്പോൾ n-ന് 1 ഇട്ട് കൊടുക്കടാ. 3 n-ന് 1 ഇട്ട് കൊടുക്കൂ. 1 - 1/2. ദാറ്റ് ഈക്വൽ ടു 3 - 1 1 2 2/2 1. ചില കുട്ടികൾക്ക് ഡൗട്ട് വരും, സാർ n-ന് 1 കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഡൗട്ടാണല്ലോ, എന്ത് ചെയ്യും? ഇവിടെ അങ്ങനെ ഡൗട്ടാണെങ്കിൽ ഈ കിടക്കുന്ന ഇക്വേഷനില്ല അവസാനത്തെ അതിൽ n-ന് 0 ഇട്ട് കൊടുത്തേ, n-ന് 1 ഇട്ട് കൊടുത്തേ. 3n - 1 n - 1 എന്താ? 0 ആണ്. എനി നമ്പർ റൈസ് ടു 0 എന്നാണ്, 1 ആണ്. അപ്പോൾ n = 1 എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇത് എടുക്കാം, അല്ലെങ്കിൽ ആദ്യത്തെ നമ്പർ എടുക്കാം, അല്ലെങ്കിൽ ഇയാൾക്ക് n-ന് 0 ഇട്ട് കൊടുക്കാം. പരിപാടിയിൽ 2 n-ന് k+1 ഇട്ട് കൊടുത്ത് അസ്യൂം ചെയ്യുന്നു കേട്ടോ. ഞാൻ സെൻറ്റൻസ് എഴുതുന്നില്ല, അസ്യൂം ചെയ്യുന്നു n = k ട്രൂ ആണെന്ന്. അപ്പോൾ എങ്ങനെ എഴുതും നമ്മൾ? പി ഓഫ് k = 1 + 3 + 3² എക്സെട്ര 3k - 1 ഇസ് ഈക്വൽ ടു 3k - 1/2. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? n = k+1 ട്രൂ ആണെന്ന്. അപ്പോൾ നോക്കൂ, പി ഓഫ് k+1 ട്രൂ ആണെന്ന്. 1 + 3 + 3² 3k - 1. നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയോ? RHS ഇട്ട് കൊടുത്തിട്ട് അവിടെ എന്ത് ചെയ്യുക? n-ന് k+1 ഇട്ടുക. എന്താ കിട്ടേണ്ടത്? ഇത് കിട്ടണം നമുക്കല്ലേ. അപ്പോൾ k+1 - 1 ഇട്ട് കൊടുത്തു. k+1 - 1 ഇട്ട് കൊടുത്തു. n-ന് k+1 - 1 ഇട്ട് കൊടുത്തു. അതിന് തൊട്ട് മുമ്പത്തെ ടേം എന്തായിരിക്കും? എന്തായാലും ഇതായിരിക്കും തൊട്ട് മുമ്പത്തെ ടേം. നിങ്ങൾക്ക് സംശയം വരണ്ട. ഇയാൾക്ക് ലാസ്റ്റത്തെ ടേം എടുത്തു കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പത്തെ ടേം എന്ന് പറഞ്ഞാൽ മുകളിൽ കിടക്കുന്ന ഈ ലാസ്റ്റത്തെ ടേം ആയിരിക്കും. അതങ്ങോട്ട് വിചാരിച്ചു മക്കളെ. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള വാല്യൂ എന്നാണ് ഇതല്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കടാ. 3k - 1/2 + 3k. ഇവിടെ 1 - 1 0 ആയിപ്പോൾ. ദിസ് ഈസ് LHS. സാർ ഒന്ന് ഇവിടെ 1 ഇട്ടിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. 1 × 3k - 1 3k - 1 2 × 3k 2 × 3k ഡിവൈഡ് ബൈ 2 × 1 2. ഒരു 3k 2 3k 3k 3k. എടാ ഒരു ബോക്സിൽ ഒരു 3k, വേറെ ബോക്സിൽ 2 3k, ടോട്ടൽ 3k. ഇവിടെ ഒരു -1/2 വന്നു. ഇവിടെ ഒരു 1 ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടാടാ? ഒരു കുഴപ്പമില്ല. 3 വന്നാൽ 3 എന്ന് സെയിം. a/m എന്താ? a/m+1. ഇതല്ലേടാ RHS. രണ്ട് സെയിം കിട്ടിയില്ലേ? ഹെൻസ് n = k+1 is true. സ്റ്റേറ്റ്മെന്റ് ഏത് മക്കളെ? n = k+1 is true. Thus നമുക്ക് എന്ത് പറയാം? For principle of mathematical induction എന്ത് പറയാൻ പറ്റും? Hence by principle of mathematical induction the result is true for all natural numbers എന്ന് പറയാൻ പറ്റും നമുക്കല്ലേ. ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തു നോക്കാം. 3 ക്വസ്റ്റ്യൻ ചെയ്തു. 4th ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. കണ്ട എത്ര സിമ്പിളാണ്. ഈ സിമ്പിളായതിനാണ് നിങ്ങൾ കൺഫ്യൂഷനാണ് സാറേ എന്നും പറഞ്ഞ് 3 മാർക്ക് കളയാൻ പോകണം. എന്തിനാ മക്കളെ വെറുതെ ഒരു 3 മാർക്ക് കളയാനാ? ടെൻഷൻ എന്തിനാ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത്രയ്ക്ക് സിമ്പിളായിട്ട് നമ്മൾക്ക് പഠിക്കാൻ കിട്ടണ ഓപ്ഷൻ കിട്ടുമ്പോൾ, ഇത്രയ്ക്ക് സിമ്പിളായിട്ട് നിങ്ങൾ ഈ ക്ലാസ് കിട്ടുമ്പോൾ എന്തിനാ ഈ വെറുതെ ഈ മാർക്ക് കളയാൻ നിൽക്കണം മക്കളെ? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കും. പി ഓഫ് n തന്നിട്ടുണ്ട്. 1/2 1/4 1/8 എക്സെട്ര 1/2n = 1 - 1/2n. ഒന്ന് നോക്കിയേ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. 1/2 1/4 1/8 പ്ലസ് എക്സെട്ര 1/2n -1 2n എന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് എന്താ മക്കളെ? n = 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. LHS എന്താ? ദാറ്റ് ഈസ് പി ഓഫ് 1 എന്താ? 1/2. RHS എടുക്ക്. എന്താ? 1 - 1/2 ദാറ്റ് ഈസ് 1 - 1/2
എന്ത് കിട്ടും? 1/2. 1 പോയാൽ 1/2 അല്ലേ? ഇതേടാ n = 1 ട്രൂ ആയില്ലേ? അടുത്ത് n = 2 നോക്ക്. P of 2 എന്താ? സോറി 2 അല്ലല്ലോ, k അസ്യൂം ചെയ്യുന്നു. അസ്യൂം ദാറ്റ് n = ഞാൻ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നില്ല കേട്ടോ. അസ്യൂം ദാറ്റ് n = k is true. P of k എഴുതും. ദാറ്റ് ഈസ് P of k എന്താ? 1/2, 1/4, 1/8 പ്ലസ് എക്സെട്ര 1/2 raised to k is equal to 1 minus 1/2 raised to k എന്ന് വരുന്നു. ഇനി എന്ത് ചെയ്യണം നമ്മൾ? Now we have to prove that n = k plus 1 is true. നമ്മൾ എന്ത് ചെയ്യും? P of k plus 1 LHS എന്താണ്? 1/2, 1/4, 1/8 എക്സെട്ര 1/2 raised to k plus 1 അല്ലേ? RHS എഴുതണം. RHS എന്ത് എഴുതണം? n കിടക്കുന്നിടത്ത് k plus 1 ഇട്ട് കൊടുത്തു അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇതിന് തൊട്ട് മുമ്പ് ആരാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു ഇതിനെപ്പോഴും തൊട്ട് മുമ്പ് ഈ ടേം ആയിരിക്കും. 1/2 raised to k ആയിരിക്കും. എടാ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള വാല്യൂന് ഇതിട്ട് കൊടുത്തേ. 1 minus 1/2 raised to k plus 1/2 raised to k plus 1 നമുക്ക് 2 raised to k into 2 എന്ന് എഴുതാം. 2 raised to k plus 1 2 raised to k into 2 എന്ന് എഴുതാൻ പറ്റില്ലേ മക്കളെ? നമുക്ക് അങ്ങനെ എഴുതാം. ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് നോക്കി. ഇവിടെ രണ്ടിലും ആരാ കോമൺ? രണ്ടിലും ആരാ കോമൺ? സാർ പറഞ്ഞുതരാം. നോക്കൂ, രണ്ടിലും ആരാ കോമൺ എന്ന് നോക്കിക്കോളൂ. 1 ഉണ്ട് മൈനസ് ഇവിടെ 2 raised to k മൈനസ് 2 raised to k കോമൺ എടുത്തു കഴിഞ്ഞാൽ ഒരു മൈനസ് 2 raised to k കോമൺ എടുക്കുകയാണ് ഞാൻ അവിടെ. മൈനസ് 2 raised to k. അപ്പോൾ ഇവിടുന്ന് മൈനസ് 2 raised to k കോമൺ എടുക്കുമ്പോൾ ഇവിടെ പ്ലസ് 1 ഉണ്ട്. ഇവിടുന്ന് മൈനസ് 2 raised to k കോമൺ എടുക്കുമ്പോൾ മക്കളെ ഒരു ഇക്വേഷനിൽ നിന്ന് നെഗറ്റീവ് കോമൺ എടുക്കുമ്പോൾ നെഗറ്റീവായ ആള് പ്ലസ് ആകും, പ്ലസ് ആയ ആള് നെഗറ്റീവ് ആകും. എടാ ഇവിടുന്ന് മൈനസ് 1/2 raised to k ഓടുകൂടി ഈ പുറത്തെടുക്കണം. മൈനസ് 1/2 raised to k into 1 എന്നല്ലേ? ഈ മൈനസ് 1/2 raised to k പുറത്തെടുക്കുമ്പോൾ ഇവിടെ പ്ലസ് 1 ബാക്കി. ഇവിടുന്ന് പ്ലസ് 1/2 raised to k പുറത്തെടുക്കുമ്പോൾ പ്ലസിൽ നിന്ന് മൈനസ് എടുക്കുമ്പോൾ മൈനസ് അവിടെ ബാക്കിയുണ്ട്. എടാ 1 അര പോയാൽ എന്താടാ? അര. സോ 1 minus 1/2 raised to k into 1/2. എടാ ഇത് 1/2 raised to 1 എന്നല്ലേ? കുഞ്ഞുങ്ങളെ നമുക്കിതിനെ 1 minus 1/2 raised to k into 2 എന്ന് എഴുതി കൂടെ? a raised to m into a raised to n എപ്പോഴും പറയണം എന്തിനാ? 1 minus 1/2 raised to k plus 1 ഇതല്ലേ മക്കളെ RHS? Thus n = k plus 1 is true whenever k is true. ആ സ്റ്റേറ്റ്മെന്റ് എഴുതണം. Thus n = k plus 1 is true. എപ്പോഴും ആ സ്റ്റേറ്റ്മെന്റ് ഇതിന് ശേഷം എഴുതണം. Thus n = k plus 1 is true when k plus 1 true ആണ്. Hence by principle of mathematical induction the given statement is true for all value of n എന്നും പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരെങ്കിലും നോക്കി എന്തെങ്കിലും സംശയം ഉണ്ടാകുന്ന നോക്കി, ഏതെങ്കിലും ഡൗട്ട് ഉണ്ടാകുന്ന നോക്കി, എന്ത് സംശയത്തിന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. മക്കൾ ഈ പ്രോബ്ലങ്ങളൊന്ന് ശരിക്കും നോക്കിയേ. സിമ്പിൾ ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ചെയ്തതെന്ന്. ആകെ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. ആ 3 സ്റ്റേറ്റ്മെൻറ്റുകളും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഒന്ന് നോക്കി എല്ലാവരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന്? ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കൂ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ സെക്ഷൻ ഡൗട്ട് ഉണ്ടോ നോക്കൂ. ഒരു പ്രോബ്ലം കൂടി നമുക്കിതുമായി ബന്ധപ്പെട്ട് ചെയ്തു നോക്കാം. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പറൊക്കെ ഇട്ട് ചെയ്യണം. അത് സാർ ഈ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം എങ്ങനെയാണ് എക്സാമിന് ചോദിച്ചേക്കണമെന്ന്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ്. കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് n is equal to എന്ന് എഴുതിക്കും മക്കൾ. കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് n is equal to consider the statement p of n is equal to 1 cube 2 cube 3 cube etc n cube is equal to n into n plus 1/2 into whole cube. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന നോക്കി. നമുക്കൊരു 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ p of 1 is true. p of 1 ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത്, ഇഫ് p of k
k is true, p of k true ആണെങ്കിൽ, if p of k is true, then p of k plus 1 true ആണെന്ന് പ്രൂവ് ചെയ്യാം. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, is that statement p of n is true for all value of n. ഇങ്ങനെ എഴുതാം, if the statement is true for all value of n. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ആദ്യത്തെ നിങ്ങൾക്ക് അറിയാം എന്താണ്, n is equal to 1 കൊടുക്കുക, LHS ൽ RHS ഉം, that is p of 1 is equal to 1 cube is equal to 1, that is equal to RHS എഴുതുക. RHS എന്താണ്, 1 into 1 plus 1 by 2 whole cube. ഇതും വെട്ടിപ്പോകുമ്പോൾ ആൻസർ 1 കിട്ടുന്നു. സോ n is equal to 1 is true എന്ന് മനസ്സിലായി. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത് n is equal to k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ, p of k ട്രൂ ആണെങ്കിൽ. അപ്പോൾ എഴുതാം n is equal to k ട്രൂ ആണെന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ p of k is equal to എങ്ങനെ എഴുതാം, 1 cube 2 cube 3 cube എക്സെട്ര k cube equal to k into k plus 1 all by 2 cube. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് k plus 1 ട്രൂ. അതിനിടയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് n equal to k plus 1 is true. അപ്പോൾ ഇങ്ങനെ എഴുതും നമ്മൾ, p of k plus 1 is equal to 1 cube 2 cube 3 cube എക്സെട്ര k plus 1 ഹോൾ ക്യൂബ്. അതിനുമ്പോൾ നമ്മളൊരു മൂലക്ക് എന്ത് ചെയ്യും, RHS എഴുതും. RHS എന്താണ്, k plus 1 k plus ഇവിടെ k plus 1 k plus 1 plus 1, that is k plus 2 divided by 2 ഹോൾ ക്യൂബ് അല്ലേ. k plus 1 k plus 2 സോറി മക്കളെ, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ സ്ക്വയർ ആണ് കേട്ടോ വരുന്നത്, ഇവിടെ സ്ക്വയർ ആണേ. RHS സ്ക്വയർ ആണ്. അപ്പം k into k plus 1 k plus 2 ഹോൾ, അതാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് എന്തുണ്ടാവും, k ക്യൂബ് ഉണ്ടാകും എന്നറിയാം. ഇവിടുന്ന് ഇവിടെ വരെയുള്ള വാല്യൂ ഇതാണ്, അതിട്ട് കൊടുക്കുന്നു. k into k plus 1 by 2, ഞാനിവിടെ സ്ക്വയർ ചെയ്തു, ഇവിടെ സ്ക്വയർ ചെയ്തു, ഇവിടെ സ്ക്വയർ ചെയ്തു. സെപ്പറേറ്റ് ഓരോ ടേമിനെയും ഹോൾ സ്ക്വയർ ആണ് ഞാൻ സെപ്പറേറ്റ് ചെയ്തു. k സ്ക്വയർ k plus 1 സ്ക്വയർ by 2 സ്ക്വയർ. ഇവിടെ ആരാണ്, k plus 1 ക്യൂബ് ഉണ്ട് അല്ലേ. ഇവിടെ എല്ലാത്തിലും ഒരു കോമൺ k plus 1 സ്ക്വയർ ഉണ്ടെങ്കിൽ ഇവിടെ ആരുണ്ട് ബാക്കി, ഒരു k സ്ക്വയർ by 4 ഉണ്ട്, ഇവിടെ ഒരു k plus 1 ബാക്കി ഉണ്ടാവും. ഇവിടുന്ന് k plus 1 സ്ക്വയർ എടുത്തു, ഇവിടുന്ന് k plus 1 സ്ക്വയർ എടുത്താൽ ക്യൂബ് ആയതുകൊണ്ട് ഒരു k plus 1 ബാക്കി ഉണ്ടാവും. ഇവിടെ ഒരു 1 ഉണ്ടല്ലേ, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ, k plus 1 സ്ക്വയർ ഇൻറ്റു k സ്ക്വയർ ഇൻറ്റു 1 k സ്ക്വയർ പ്ലസ് 4k plus 1 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും അല്ലേ. നമുക്ക് ആ k സ്ക്വയർ പ്ലസ് 4k plus 1 എന്ത് ചെയ്യാൻ പറ്റും നോക്കി. 1 4 into k 4 ഉണ്ട് കേട്ടോ ഇവിടെ. ആ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 into k plus 4 എന്നല്ലേ തന്നെ. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4ഉം ആഡ് ചെയ്യുമ്പോൾ 4 വരുന്ന നമ്പേഴ്സ് പറഞ്ഞ് 2 into മൾട്ടിപ്ലൈ ചെയ്താലും ആഡ് ചെയ്താലും 4. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്പർ ആരാ, k plus 2 into k plus 2 എന്നാണ് നമ്മൾ ഇതിനെ എഴുതുന്ന, ഓർ k plus 2 സ്ക്വയർ എന്ന് നമുക്ക് ഈ ടേമിന് എഴുതാം. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ എഴുതുന്നു, k plus 1 സ്ക്വയർ ഇൻറ്റു k plus 1 സ്ക്വയർ k plus 2 സ്ക്വയർ ബൈ 4 എന്ന് എഴുതുന്നു. ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാലോ, k plus 1 k plus 2 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. ഇതല്ലേ മക്കളെ RHS എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കണത് ഇഫ് p of k is true, check whether p of k is true. നമുക്ക് അവിടെ എഴുതാം p of k plus 1 is true whenever p of k is true എന്ന് പറഞ്ഞ് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിർത്തി. എന്നിട്ട് അവിടെ ഒരു സെൻറ്റൻസ് എഴുതണം, thus പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അതാണ് ലാസ്റ്റ് ചോദിച്ചേക്കണ, ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ വാല്യൂ ഓഫ് എൻ എന്ന് ചോദിച്ചേക്കുന്ന എന്താണ്, ട്രൂ ആണോ എന്നാണ്. അപ്പോൾ നമുക്ക് എഴുതാം, ദസ് ഫോർ ഓൾ വാല്യൂ ഓഫ് എൻ ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ വാല്യൂ ഓഫ് എൻ, ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ കൊണ്ട് കൂട്ടിച്ചേർത്ത് എഴുതാം. സോറി, ഒരു പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ നമ്മൾ ചെയ്ത എല്ലാ പ്രോബ്ലത്തിൻ്റെയും ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പ്രോബ്ലം ചെയ്തു നോക്ക്, സ്വന്തമായിട്ട് ഏത് പ്രോബ്ലം വേണമെങ്കിലും ചെയ്തു നോക്കൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, സാറ് പറഞ്ഞുതരാം. അതിനാണല്ലോ നമ്മളിവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ. ചോദിക്കൂ, പറഞ്ഞുതരാം. നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് അറിയാമല്ലോ. സോ ഇത് ഏറ്റവും സിമ്പിൾ മെത്തേഡിൽ നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ സോൾവ് ചെയ്യാനുള്ളൊരു പ്രോബ്ലമാണ്. ഓക്കെ, നിങ്ങൾ പ്രോബ്ലംസ് ഒന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. ഈ കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. എല്ലാ പ്രോബ്ലംസും നമുക്ക് അങ്ങനെ സോൾവ് ചെയ്യാം. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എല്ലാ പ്രോബ്ലം നമ്മൾ ഏകദേശം ഒരു 5 പ്രോബ്ലംസ് സോൾവ് ചെയ്തു. ഈ 5 പ്രോബ്ലംസും
റിപ്പീറ്റായിട്ട് നിങ്ങൾ ചെയ്ത് നോക്ക്. ഈ ഒരൊറ്റ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാനായിട്ടാണ് നിങ്ങൾ പഠിച്ചത്. ചെയ്ത് നോക്ക്. വരുന്ന ക്ലാസ്സുകളിലൂടെയും നിങ്ങൾക്ക് കൂടുതൽ ഈസി മെത്തേഡിലൂടെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാനുള്ള കുറച്ച് ടെക്നിക്കുകളുമായിട്ട് ഞാൻ വരും. വീണ്ടും കാണാം. അതുവരെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഒന്നും കൂടി നിങ്ങൾ പഠിക്കാം. ഒരു ബിഗ് ഗുഡ് ബൈ പറയുന്നു. താങ്ക് യു.